പേരാമ്പ്രയിലെ UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയക്കെതിരെ UDFിൽ പ്രതിഷേധം. സ്ട്രോങ് റൂം തുറക്കൽ വിവാദത്തിൽ നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കി എന്ന് വിലയിരുത്തൽ. റൂം തുറക്കുന്ന വിവരം വരണാധികാരി നേരത്തെ അറിയിച്ചിട്ടും നേതാക്കളെ ഫാത്തിമ തഹ്ലിയ അറിയിച്ചില്ലെന്നും വിമർശനം. പേരാമ്പ്രയിലെ UDF സ്ഥാനാർത്ഥിയും മുസ്ലിം ലീഗിലെ യുവ നേതാവുമായ ഫാത്തിമ തഹ്ലിയക്കെതിരെ UDFിൽ പ്രതിഷേധം ശക്തമാകുന്നു. ഇലക്ഷൻ സാമഗ്രികൾ സൂക്ഷിച്ചിരുന്ന സ്ട്രോങ് റൂം തുറക്കൽ വിവാദത്തിൽ UDF നേതൃത്വത്തെ ഫാത്തിമ തഹ്ലിയ അപഹാസ്യരാക്കി എന്ന വികാരമാണിപ്പോൾ ശക്തമായി ഉയരുന്നത്. ഇതിനു മുമ്പ് ലീഗിനുള്ളിൽ ഒട്ടേറെ വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ച ഫാത്തിമ തഹ്ലിയക്കെതിരെ വലിയ പ്രതിഷേധം ലീഗിനുള്ളിൽ ഉയർന്നിരുന്നു. ഹരിത ലീഗ് പ്രവർത്തന കാലത്ത് പല ലീഗ് നേതാക്കൾക്കെതിരെയും കടുത്ത ആരോപണങ്ങളാണ് ഫാത്തിമ തഹ്ലിയയും ഒപ്പമുള്ളവരും ഉയർത്തിയത്. ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂർബിന റഷീദിനെ പോലെയുള്ള ലീഗിലെ മുതിർന്ന നേതാക്കളെ അവഗണിച്ചാണ് ഫാത്തിമ തഹ്ലിയയ്ക്ക് സീറ്റ് ലഭിച്ചത്. ഇതിൽ പ്രതിഷേധിച്ച് നൂർബിന റഷീദ് ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് മുതിർന്ന നേതാക്കളുടെ നിർദ്ദേശം ഉൾക്കൊള്ളുകയോ പാർട്ടി പ്രവർത്തകരുമായി ചർച്ചകൾ നടത്തുകയോ ചെയ്യാതെ ഏകപക്ഷീയ പ്രവർത്തനങ്ങളാണ് ഫാത്തിമ തഹ്ലിയ നടത്തിയതെന്നാണ് വലിയ വിഭാഗം UDF പ്രവർത്തകർ പോലും ഉയർത്തിയിരുന്ന വികാരം. ഇപ്പോഴാകട്ടെ വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരുന്ന സ്ട്രോങ് റൂമുകൾ അധികൃതർ തുറന്ന നടപടിയെ രാഷ്ട്രീയായുധമാക്കി മാറ്റി സുരക്ഷാ വീഴ്ചയുടെ പേരിൽ സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ UDF നേതൃത്വം നടത്തിയ നീക്കങ്ങളെ ഒറ്റയടിക്ക് തകർക്കുകയാണ് ഫാത്തിമ തഹ്ലിയ ചെയ്തത്. ഇതിൽ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും മുതിർന്ന നേതാക്കളടക്കം കടുത്ത പ്രതിഷേധത്തിലാണ്. വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരുന്ന സ്ട്രോങ് റൂം ആരെയും അറിയിക്കാതെ ഉദ്യോഗസ്ഥർ രഹസ്യമായി തുറന്നുവെന്നായിരുന്നു UDFിന്റെ വാദം. അതവർ സംസ്ഥാന വ്യാപകമായി ചർച്ചാ വിഷയമാക്കി ഉയർത്താൻ ശ്രമിക്കുകയും ചെയ്തു. അതേസമയം റിട്ടേണിംഗ് ഓഫീസറും മറ്റുദ്യോഗസ്ഥരും അത് പൂർണ്ണമായി നിഷേധിച്ചു. സ്ട്രോങ് റൂമിനരികിലെ സീൽ ചെയ്യാത്ത റൂമാണ് തുറക്കുന്നതെന്നും ആ വിവരം സ്ഥാനാർത്ഥികളെ അറിയിച്ചിട്ടുണ്ടെന്നുമാണ് റിട്ടേണിംഗ് ഓഫീസർ അറിയിച്ചത്. എന്നാൽ ഇത് അംഗീകരിക്കാൻ UDF നേതാക്കൾ തയ്യാറായില്ല. കോഴിക്കോട് MP MK രാഘവനും DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺ കുമാറുമെല്ലാം തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ സൂക്ഷിക്കുന്നതിൽ അട്ടിമറി നടന്നുവെന്ന വിധത്തിലാണ് പ്രതികരിച്ചുകൊണ്ടിരുന്നത്. സ്ഥാനാർത്ഥികളോ ഏജന്റുമാരോ അറിയാതെയാണ് മുറി തുറന്നതെന്നാണ് UDF നേതാക്കളുടെ വാദം. എന്നാൽ മുതിർന്ന നേതാക്കളുടെ വാദം തള്ളുന്ന വിധത്തിലുള്ള പ്രതികരണമാണ് ഫാത്തിമ തഹ്ലിയയുടെ ഭാഗത്തു നിന്നുണ്ടായത്. മുറി തുറക്കുന്ന വിവരം സ്ഥാനാർത്ഥിയായ തന്നെ വരണാധികാരി നേരത്തെ അറിയിച്ചിരുന്നുവെന്നും രാവിലെ 8 മണിക്ക് സ്റ്റോർ റൂം തുറക്കുന്ന വിവരം തനിക്ക് അറിയാമായിരുന്നുവെന്നുമാണ് ഫാത്തിമ തഹ്ലിയ തുറന്നു പറഞ്ഞത്. ഇതോടെ UDF നേതാക്കൾ വെട്ടിലായി. സ്ട്രോങ് റൂമിലെ മുറി തുറക്കുന്ന വിവരം വരണാധികാരി നേരത്തെ അറിയിച്ചിട്ടും ആ വിവരം സ്ഥാനാർത്ഥിയായ ഫാത്തിമ തഹ്ലിയ UDF നേതാക്കളെ എന്തുകൊണ്ട് നേരത്തെ അറിയിച്ചില്ല എന്ന ചോദ്യമാണ് നേതാക്കൾ ഉയർത്തുന്നത്. കോഴിക്കോട് വെള്ളിമാട് കുന്നിലെ JDT ഇസ്ലാം സ്കൂളിലാണ് സ്ട്രോങ് റൂം. പ്രധാന കവാടത്തിനരികിൽ പബ്ലിക് വ്യൂയിങ് സെന്റർ സ്ഥാപിച്ചിരുന്നു. ഇതുവഴി സ്ട്രോങ് റൂം മോണിറ്ററിൽ കാണാമായിരുന്നു. അവിടെ നിരീക്ഷണത്തിലുള്ള UDF പ്രവർത്തകരാണ് റൂം തുറക്കുന്ന ദൃശ്യം കണ്ടതും നേതാക്കളെ വിവരം അറിയിച്ചതും. സ്ഥാനാർത്ഥിയെ മുറി തുറക്കുന്ന വിവരം നേരത്തെ അറിയിച്ച വിവരം അറിയാതെയാണ് UDF നേതാക്കൾ പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺ കുമാറിനോടും മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് MA റസാക്കിനോടും ഈ വിവരങ്ങൾ ഫാത്തിമ തഹ്ലിയ പങ്കുവെക്കാത്തത് ശരിയായില്ല എന്ന വികാരമാണ് നേതാക്കളിൽ ശക്തമായി ഉയരുന്നത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നേതൃത്വവുമായി കൂടിയാലോചിച്ച് മാത്രമേ തീരുമാനങ്ങൾ കൈക്കൊള്ളാവൂ എന്ന നിർദ്ദേശമാണ് മുസ്ലിം ലീഗ് നേതൃത്വം ഇപ്പോൾ ഫാത്തിമ തഹ്ലിയയ്ക്ക് നൽകിയിരിക്കുന്നത്. അതേസമയം സ്ട്രോങ് റൂം തുറന്നുവെന്ന ആരോപണം തള്ളി കോഴിക്കോട് കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് രംഗത്തെത്തി. തുറന്നത് മെറ്റീരിയൽ റൂം ആയിരുന്നുവെന്നും ഈ വിവരം സ്ഥാനാർത്ഥികളെ അറിയിച്ചിരുന്നതായും ഏജന്റുമാരുടെ സാന്നിധ്യത്തിലാണ് റൂം തുറന്നതെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. മുറി തുറക്കുന്ന സമയത്ത് LDF പ്രതിനിധി AK മുഹ്സിൻ, UDF പ്രതിനിധി ഷഹ്സാദ് K എന്നിവർ സന്നിഹിതരായിരുന്നു. അവർ രേഖാമൂലം ഒപ്പിടുകയും ചെയ്തിരുന്നു. ഈ വസ്തുതകൾ ശരിയാണെന്ന് UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയയ്ക്ക് സമ്മതിക്കേണ്ടതായും വന്നു. ഇതോടെ UDF നേതാക്കൾ നടത്തിയ പ്രതിഷേധം അപഹാസ്യ സമരമായി മാറി. ഫാത്തിമ തഹ്ലിയ വസ്തുതകൾ യഥാവസരം അറിയിച്ചിരുന്നുവെങ്കിൽ ഈ വിധമൊരു നാണക്കേട് ഉണ്ടാകുമായിരുന്നില്ല എന്ന പൊതുവികാരത്തിലാണ് UDF നേതാക്കളും അണികളും ഇപ്പോൾ.